കാരണം ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും നശിച്ചു പോകും. സർവ്വതും നശിച്ചു പോകും. അതിൽ പ്രണവം വളരെ രഹസ്യമാണ്, പ്രപഞ്ച രഹസ്യങ്ങൾ അടങ്ങുന്നതാണ്. അത് നമ്മൾ എങ്ങനെയായിരിക്കും അതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ മറ്റ് വേദങ്ങളിൽ നിന്ന് കിട്ടിയ കുറച്ച് ഭാഗങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം നാസ പോലും ചന്ദ്രനിലേക്കും സൂര്യനിലേക്ക് വരെ ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള സാത്വികമായ ജീവിതചര്യയിലൂടെ ജപനിഷ്ഠകളും ജീവിതചര്യകളും നിഷ്ഠകളും ഒക്കെ ഉള്ള ആളുകൾ അവരും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നുണ്ട്. അവിടെ ഒരു വ്യത്യാസവുമില്ല. ബ്രാഹ്മണർ മാത്രമല്ല, അതായത് പാരമ്പര്യ ബ്രാഹ്മണർ മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള ആളുകളും, എല്ലാ വിഭാഗത്തിലുള്ളവരും പൂജിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറ്റിയത് എന്താണ്, ഈ വേദങ്ങൾ എല്ലാവരും പഠിച്ചു വന്നപ്പോൾ വേദങ്ങളെ ദുരുപയോഗം ചെയ്യാനും അത് വെച്ചുകൊണ്ട് സന്യാസിമാരെ വരെ, ഗൃഹസ്ഥന്മാർ സന്യാസിമാരെ വരെ അവരെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും ഉള്ള രീതിയിൽ കാര്യങ്ങൾ നീങ്ങി തുടങ്ങി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പഴയ രഹസ്യങ്ങൾ, ഈ പ്രപഞ്ച രഹസ്യങ്ങൾ അത് മാറ്റിയത്. ഇപ്പോൾ വേദങ്ങൾ 5 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പ്രണവവേദം. പ്രണവവേദം എന്ന ഒരു വേദമുണ്ട്, പ്രപഞ്ച രഹസ്യങ്ങൾ അടങ്ങുന്ന വേദം. ആ വേദത്തെ സമൂഹത്തിലേക്ക് കൊടുത്തിട്ടില്ല. ഒറ്റ വേദമായിരുന്നു, അത് 5 വിഭജിച്ചു. അതിൽ പ്രണവം വളരെ രഹസ്യമാണ്, പ്രപഞ്ച രഹസ്യങ്ങൾ അടങ്ങുന്നതാണ്. അത് നമ്മൾ എങ്ങനെയായിരിക്കും അതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പം തമിഴിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് അത് കിട്ടി. കുറേ പേര് അതിൻ്റെ ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും തത്വവും അർത്ഥവും മനസ്സിലാക്കിയെടുക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പം അതുപോലെ നമ്മുടെ മറ്റ് വേദങ്ങളിൽ നിന്ന് കിട്ടിയ കുറച്ച് ഭാഗങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം നാസ പോലും ചന്ദ്രനിലേക്കും സൂര്യനിലേക്ക് വരെ ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പ്, ഉപഗ്രഹങ്ങളിലേക്ക്, ഗ്രഹങ്ങളിലേക്ക് ഉള്ള യാത്രകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഈ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊന്നും ആർക്കും അധികം മനസ്സിലാകാത്ത വിധത്തിൽ, ആർക്കും കിട്ടാത്ത വിധത്തിൽ രഹസ്യമായിട്ട് ഇന്നും അത് സൂക്ഷിക്കുന്നത്. അത് മനുഷ്യർ സൂക്ഷിക്കുന്നതല്ല. ഇന്നും ഹിമാലയത്തിലുള്ള ഇതേപോലെയുള്ള രഹസ്യ സന്യാസിമാർ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഇപ്പോഴും ഈ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നുണ്ടോ? ഉണ്ട്. കാരണം സ്മൃതിയിലിരുന്നത് ശ്രുതിയിലേക്ക് വന്നു, ശ്രുതിയിൽ നിന്ന് അത് ലിഖിതങ്ങളായി മാറി, എഴുതി വെച്ചു. ആ എഴുതി വെച്ചത് പൂർണ്ണമല്ല. ഉപനിഷത്തുകൾ 108 നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ നിലവിൽ അറിവിലുള്ളത് 108 അല്ല, അതിലും ധാരാളമുണ്ട്. 33 വരുന്ന ദേവന്മാരും ദേവതകളുമുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് നമുക്കറിയില്ലല്ലോ. നമ്മളൊരു ഊഹം വെച്ച് ഇത്ര പേര് എന്ന് പറയുന്നു. അതുപോലെ ഒരുപാട് രഹസ്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ ഇവിടെയുണ്ട്. കാരണം വായു ഉണ്ടാകുന്നതിനെക്കുറിച്ച്, അതുപോലെ ജലമുണ്ടാകുന്നതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നിനോടൊന്ന് ചേർന്ന് പോകാത്ത വിധത്തിൽ ഒരു വലിയൊരു സ്ഫോടനത്തിലൂടെ ഈ കാണുന്ന സർവ്വതും നശിച്ചു പോകാവുന്ന വിധത്തിലുള്ള ആണവായുധങ്ങൾ അത് സൃഷ്ടിക്കാൻ പോലും വായുവിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മന്ത്രങ്ങളും അതിൻ്റെ വിധികളുമെല്ലാം ഇന്നും രഹസ്യമായി ഇതുപോലുള്ള ഋഷിവര്യന്മാർ സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ. കാരണം ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും നശിച്ചു പോകും. സർവ്വതും നശിച്ചു പോകും. അപ്പം നമ്മൾ വിചാരിക്കും ലോകം അവസാനിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ലോകം അവസാനിക്കുന്നില്ല. അവസാനിക്കുന്നത് നമ്മളുടെ അതുവരെയുള്ള ചിന്തകളാണ്. നമ്മളാണ് അവസാനിക്കുന്നത്. കാരണം ഒരു വൃക്ഷം ഒരു ഇത്ര പ്രായമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രാണി, ഒരു മനുഷ്യനായിക്കൊള്ളട്ടെ, ഒരു നിശ്ചിത വയസ്സ് വരെ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു കിണർ നമ്മൾ കുത്തിയാൽ പോലും ഒരു നിശ്ചിത കാലം വരെ വെള്ളം കോരാൻ പറ്റുള്ളൂ. പക്ഷേ യുഗങ്ങളോളം, കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ ഇനി കലിയുഗത്തിലും നിലനിൽക്കുന്നു. അത് രഹസ്യമാണ്.
പ്രപഞ്ചത്തെ നിലനിർത്തുന്ന രഹസ്യങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിലുള്ള ഒരു വസ്തുവും മാറ്റപ്പെടുന്നില്ല. അതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെയും വൈദികത്തിൻ്റെയും ശക്തി. ആ ശക്തിയിലാണ് ഈ പറഞ്ഞ രഹസ്യങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. അതിന് മന്ത്രത്തിൻ്റെ ഒന്നും അർത്ഥം ആർക്കും പിടികിട്ടുന്നില്ല. എല്ലാവരും മന്ത്രം ചൊല്ലുന്നു. അതെ, അതിൻ്റെ തത്വവും അർത്ഥവും മനസ്സിലാക്കി ആരും പറയില്ല, പഠിപ്പിക്കുന്നില്ല. എന്തിന്? തത്വവും അർത്ഥവും മനസ്സിലാക്കിയാൽ മാത്രമേ ആ മന്ത്രത്തിന് ഉപയോഗിക്കുന്നുണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെയാണ്. കാരണം ഇപ്പം നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത്. അതായത് പലരും മൃത്യുഞ്ജയ മന്ത്രം വഴിപാടായിട്ട് ക്ഷേത്രങ്ങളിൽ കഴിക്കുന്നത് മരണമില്ലാതെയാവാനാണ്, മൃത്യുവിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ മന്ത്രത്തിൻ്റെ അർത്ഥം എല്ലാ സുഗന്ധങ്ങളും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പകർത്തുന്നതായ ഈശ്വരൻ്റെ ശക്തിയാൽ എനിക്ക് ഉർവാരു എന്ന് പറഞ്ഞ ഒരു തരം നമ്മുടെ വെള്ളരിക്ക പോലെയുള്ള ഒരു ഹിമാലയ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഒരു പഴമാണ്. അതതിൻ്റെ തണ്ടിൽ നിന്ന് അത് മൂത്ത് പാകമാകുമ്പോൾ, നമ്മുടെ വെള്ളരിക്കയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മത്തങ്ങനോ അതുപോലെ തണ്ണിമത്തൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അത് മൂത്ത് കൃത്യമായ അതിൻ്റെ പാകമാകുമ്പോൾ അതിൻ്റെ ഞെട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അടർന്നു പോകും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളും ക്രിയകളുമെല്ലാം കൃത്യമായി ചെയ്തു തീർത്ത് അത് പൂർണ്ണമാക്കിയതിന് ശേഷം മാത്രമേ ഈ ശരീരത്തിൽ നിന്നും എൻ്റെ ആത്മാവിനെ വേർപെടുത്താവൂ എന്ന പ്രാർത്ഥനയാണ് ആ മന്ത്രം. അപ്പോഴെങ്ങനെ അതും മരിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയാവുന്നത്? അതായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മരിക്കും. ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പം ഇതെല്ലാം കർമ്മസിദ്ധാന്തത്തിലല്ലേ വരുന്നത്? അതെ, ഇതെല്ലാം കർമ്മത്തിലാണ് പോകുന്നത്. അപ്പം നമ്മുടെ കർമ്മങ്ങൾ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും. അപ്പോൾ ഈ ഒരു കർമ്മം കൃത്യമായി നടന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ജനിക്കേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ജനിക്കണം. അപ്പോൾ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പം എൻ്റെ ശരീരത്തിലിരിക്കുന്ന ഈ ദേഹത്തിനപ്പുറത്തുള്ള ആത്മാവാണ്. അപ്പോൾ ഈ ആത്മാവ് വീണ്ടും എങ്ങനെയായിരിക്കും പുനർജനിക്കുന്നത്? അവശ്യം അനുഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം നാഭുക്തം തീയതേ കർമ്മകൽപ്പകോടി ശതൈർവി എന്നൊരു ശ്ലോകമുണ്ട്, നീതിസാരത്തിലാണ്. അത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അതനുഭവിക്കാനായി നമ്മൾ എത്ര കാലമാണെങ്കിലും അത് അനുഭവിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഈ ശരീരം നമുക്ക് എന്തിനാണ് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ശരീരതത്വം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ചിലർ പറയുന്നു ഉണ്ണാനും ഉറങ്ങാനും ഉണ്ണികളെ സൃഷ്ടിക്കാനുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ല ശരി. കാരണം ഈശ്വരനെ അറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യുക. ഒരു വൃക്ഷം അതിനടുത്ത് നിൽക്കുന്ന അടുത്ത് വരുന്ന ആളുകൾക്ക് തണൽ കൊടുക്കുന്നുണ്ട്, അതിന് കാറ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പഴങ്ങളെ അത് നൽകുന്നുണ്ട്. ഇതൊന്നും ഫലമിച്ഛിക്കാതെയാണ്. തിരിച്ച് അവനെനിക്ക് വെള്ളം ഒഴിച്ച് തരുമെന്ന് ഒരിക്കലും ഒരു വൃക്ഷവും വിചാരിക്കുന്നില്ല. ആ വൃക്ഷം അതിൻ്റെ വേര് ആഴത്തിലേക്ക് ഇറക്കി വിട്ടിട്ടാണ് അവിടെ നിന്ന് അത് വെള്ളമെടുക്കുന്നത്. ആരെങ്കിലും കൊണ്ട തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വൃക്ഷവും ഇതുവരെ മുളച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യണം. എനിക്ക് ജനിക്കണം, എന്നെ ജനിപ്പിച്ച എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സമൂഹം, എൻ്റെ രാജ്യം, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ജനിക്കേണ്ടത്. നമ്മൾ ഈശ്വരനെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത്? ഇപ്പം നമ്മൾ ഹിന്ദു മതപരമായിട്ടാണെങ്കിൽ പണ്ട് തൊട്ട് ചെറിയ പ്രായത്തിലെ ക്ഷേത്രങ്ങളിൽ പോയി അവിടെയുള്ള ദേവതയെ തൊഴുത് എന്തെങ്കിലും പൂജയോ വഴിപാടുകളോ ചെയ്ത് അങ്ങനെയാണോ നമ്മൾ ഈശ്വരനെ അറിയേണ്ടത്? ഒരിക്കലുമല്ല. ഈശ്വരനെ അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളെ അറിയണം. സ്വയം അറിയാതെ ഒരിക്കലും മറ്റൊരാളെ അറിയാൻ സാധ്യമല്ല. എങ്ങനെയാണ് നമ്മൾ സ്വയം അറിയാൻ ശ്രമിക്കേണ്ടത്? നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നമ്മുടെ പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കണ്ണാടി ഇല്ലെങ്കിലോ കഴിയില്ല, കാണാൻ സാധ്യമല്ല. അപ്പോൾ നമ്മളെ തിരിച്ചറിയാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈകൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ എന്ത് ചെയ്യും? തൊട്ടു നോക്കും. അങ്ങനെ നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ ജനിച്ചു വളർന്നു വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ
ആദ്യം കാണുന്നത് അമ്മയാണ്. ആ അമ്മയാണ് ദൈവമെന്ന പഠനം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അച്ഛനാണ് നമ്മളെ ജനിപ്പിച്ചത്, ബീജം ദാനം ചെയ്തത് അച്ഛനാണ്. അപ്പോൾ ആ അച്ഛനാണ് എൻ്റെ ബീജദാതാവ് എന്നറിഞ്ഞ് ആ അച്ഛനെ ദൈവമായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. ഗുരു നമുക്ക് അറിവ് പകർന്നു തരുന്നവൻ, ആ ഗുരുവിനെ ദൈവമായിട്ട് നമ്മൾ അറിയാൻ സാധിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ അവസാനം ദൈവം ആരാണെന്ന് അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ 3 പേരെയും മാതാ, പിതാ, ഗുരു, ദൈവം, ഇതുപോലെ വേണം നമ്മൾ ഓരോരുത്തരെയും പ്രവർത്തികളിൽ പോകാൻ. കാരണം ദൈവത്തെ അറിയണമെങ്കിൽ നമ്മളെ അറിഞ്ഞ്, നമ്മൾ സമൂഹത്തെ അറിഞ്ഞ്, പ്രപഞ്ചത്തെ അറിഞ്ഞ് നമ്മൾ ജീവിക്കണം. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ. കുറേ ദൈവത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം യേശു, കൃഷ്ണൻ അല്ലെങ്കിൽ അള്ളാഹു എന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഓരോ നാമങ്ങളിൽ അറിയപ്പെടുന്ന ശക്തികളാണ്. ഇതേ ദൈവം നമ്മളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് ഈ വേദങ്ങളെല്ലാം പറയുന്നു. വേദങ്ങളിൽ ഇത് പറയുന്നുണ്ട്, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈ പരബ്രഹ്മം, ഈ ബ്രഹ്മം. ആ തത്വമസി എന്ന് നമ്മൾ ശബരിമലയിൽ കാണുന്നു, ഞാൻ തന്നെയാണ് നീ എന്ന് കാണുന്നു. നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന ഭഗവാൻ അവിടെ ഇരുന്നിട്ട് പറയുന്നു, ഞാൻ തന്നെയാണ് നീ എന്ന് പറയുന്നു. അപ്പം ആ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ പണി എന്താ? എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടി ജീവിക്കുക, എല്ലാവർക്കും വേണ്ടത് കൊടുക്കുക എന്നത്.